നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വയനാട് ദുരന്തം വിതച്ച വേദന വലുതാണ്. അവിടെയുള്ള ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെയാണ്. ജീവച്ഛവങ്ങളായി അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ സർക്കാർ, മറ്റ് സന്നദ്ധ സംഘടനകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവിടെ പുനരധിവാസത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതിൽ തന്നെ പലർക്കും വീടുകളില്ല, ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരും ഒക്കെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ചിലപ്പോൾ അത് വായിക്കുന്നവർക്ക് രസകരമായി തോന്നാം. ഒരു വശത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസ നടപടിയായിട്ടാണ് സർക്കാർ കാണുന്നത്. കാരണം 6 മാസത്തേക്ക് വൈദ്യുതി അവർക്ക് സൗജന്യമാണ് അനുവദിച്ചിരിക്കുക. അവരിൽ നിന്നും ഫീസ് ഈടാക്കുകയില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് എന്ത് വൈദ്യുതിയാണ്? അതൊരു ചോദ്യമാണ്. വീടും സ്വന്തമായി അതിനുള്ള കാര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങളും ഉള്ളവർക്കല്ലേ അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ എന്ന് പലരും ചോദിക്കുമ്പോൾ, അതേ സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ ഒരു വീടോ സംവിധാനങ്ങളോ ഉണ്ടായി വരുമ്പോൾ നിശ്ചയമായിട്ടും ഇതവിടെ പ്രായോഗികമാകുമെന്ന് ചിന്തിക്കാം. അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആർക്കാണോ ഈ സൗജന്യങ്ങൾ അനുവദിക്കുന്നത് അവരെവിടെ പാർത്താലും അവർക്കത്, അതുകൊണ്ട് അതിന് ഗുണഭോക്താക്കളായി മാറുവാൻ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകണം. അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. പ്രഖ്യാപനങ്ങൾക്കൊന്നും കുറവില്ല, പക്ഷെ പ്രഖ്യാപനങ്ങൾ കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിലാണ് കാര്യം. അതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹവും താല്പര്യവും. ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വസ്തുത.